എന്താണ് വരുന്നത് ഈ കല്യാണാലോചന ഒന്നും വരാത്തത് നമ്മുടെ കേരളത്തിൽ നിന്ന്? ആളുകൾ വരുന്നുണ്ട്, പക്ഷെ ജോലിയില്ലെന്ന് പറഞ്ഞാണ് പലരും കളിയാക്കുന്നത്. ജോലി ഒരു ദിവസം എങ്ങനെ വന്നാലും 10,000 രൂപ കിട്ടുന്നുണ്ട് തനിക്ക്. പിന്നെ അത്യാവശ്യം ഗൾഫ് പ്രോഗ്രാമും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താണ് താങ്കൾക്ക് പെണ്ണ് കിട്ടാത്തത്? ചിലപ്പോ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റപ്പ്, ചിലപ്പോ BMW കാറിൽ സഞ്ചരിക്കണമെന്നൊക്കെ ആയിരിക്കാം. അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നത്. നമ്മളെ BMW പോയിട്ട് സൈക്കിൾ പോലും ഇല്ലാത്ത അവസ്ഥയല്ല, എങ്കിലും ഒരു സ്വിഫ്റ്റ് കാറിലൊക്കെ സഞ്ചരിക്കാനുള്ള അവസ്ഥയുണ്ട്. നമ്മൾ പോകുന്നതൊക്കെ ടാക്സി കാറിലൊക്കെ യാത്ര ചെയ്യുന്നത്. പിന്നെ വരും മാസങ്ങളിൽ കാർ വാങ്ങുന്നുണ്ടല്ലേ, ഗൾഫ് പ്രോഗ്രാംസ് ഉണ്ട്. ഇനിയിപ്പോ ഞാൻ എവിടെ നിന്നായിരിക്കും പെണ്ണ് കെട്ടാൻ പോകുന്നത് ശരിക്കും നീ പറ? ഇപ്പൊ താൻ ഇന്ത്യ വിടാൻ പോകുന്നു ഞാൻ കേട്ടായിരുന്നു. അത് കേരളം വിടാൻ പോകുന്നുണ്ട്. കേരളം വിട്ട മുംബൈയിലൊക്കെ കുറെ ബാംഗ്ലൂർ പോകുന്നുണ്ട്. ബാംഗ്ലൂർ കേരളത്തിൽ നിന്ന് പുറത്തല്ലേ? പെണ്ണ് കാണാൻ കേരളത്തിൽ നിന്ന് പുറത്തല്ലേ? അല്ലേ? അതെ. ബാംഗ്ലൂര്, മുംബൈ, പൂനെ, കുർഗ് ഒക്കെ പോകുന്നുണ്ട്. എന്റെ അമ്മ, അപ്പൊ കേരളത്തിൽ നിന്ന് പെണ്ണ് വേണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? എന്തായാലും പെണ്ണ് കെട്ടിയിട്ട് അടങ്ങുള്ളൂ എന്നാ പറയാം ഈ വർഷം. കാരണം പെണ്ണിന് പൈസ കൊടുത്ത് എന്റെ ഷഡ്ഡി കീറാൻ വേണ്ടിയല്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ചില സമയത്തുണ്ടല്ലോ ഒരു അടി ചെയ്യുന്നുണ്ടല്ലോ, സാധാരണ അടിവേര് വരെ പീതറിക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ ചില പെണ്ണുങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് പലരും നമ്മളെ മോശമായിട്ട് എന്താ പറയാ ചിത്രീകരിക്കുന്നില്ല. പക്ഷെ എങ്കിലും കല്യാണം എന്ന പ്രോസസ്സ് ഒരുപാട് പേര് നമ്മളെ കാണുമ്പോൾ ഒരു ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പറയാം, ഇന്നലെ തന്നെ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ പെണ്ണ, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കാമുകന്നറിയില്ല, ഒരു ചെക്കനോട്ട് വന്ന് മറ്റേ ഭക്ഷണം കഴിച്ചു. എന്നെ കണ്ടപ്പോൾ എന്നെ നോക്കി 1 മിനിറ്റ് ഒരു ചെറിയ പുഞ്ചേരി ചിരിച്ചോണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ അറിയാം തന്നെ കളിയാക്കിയതാണ്. അപ്പൊ ഏതായാലും നമുക്ക് കേരളം വിട്ട് പെണ്ണ് നോക്കാം. എന്തായാലും എനിക്ക് ലാവിഷാണ്. ഇപ്പൊ എനിക്ക് ഞാൻ ബാച്ചലർ ആയതുകൊണ്ട് എനിക്ക് മാത്രം ചെലവിട്ടാൽ മതി. പിന്നെ കൂട്ടുകാരന്മാർക്കും ചെലവിടും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരന്മാർക്കൊക്കെ ഒരു ഗ്യാപ്പ് ഇടും. അവർക്ക് എപ്പോഴും ഇപ്പോൾ വിഷ്ണു ആണെങ്കിലും ഓട്ടോറിക്ഷ ഉണ്ടല്ലേ, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ പണിക്ക് പോകണം ഓട്ടോ വിഷ്ണു കേട്ടാ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറകെ കിടക്കരുത് അല്ലേ? കല്യാണം കഴിഞ്ഞ പിന്നെ നിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എനിക്ക് ഒരുപാട് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്റെ കൂടെയുള്ള വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ സൂക്ഷിച്ചാൽ മതി. കാരണം ഞാനിപ്പോൾ ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട്. AJP സൂപ്പർ മാർട്ട്, AJP ദേ പെരേര, പിന്നെ സന്തോഷ് വർക്കി, VS AJP, അങ്ങനെ ഒരുപാട് ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 6 ഒരു കട തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മറ്റേ ഈ മെയ്, ജൂൺ, ജൂലൈ മാസം ഒരുപാട് കളികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വക്രബുദ്ധികൾ വേറെ രീതിയിലും ആൾക്കാർ നമ്മളെ പണിയാൻ വരും. നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളിലും നമ്മളെ പെടുത്താൻ നോക്കും. അതൊക്കെ കളികൾ എന്തും കളിക്കട്ടെ, നമ്മളായിട്ടുള്ളൊരു ഗെയിം സെറ്റപ്പിൽ നമ്മൾ പോകും. അപ്പം നമ്മൾ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയും ഒരുപാട് ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വിഷ്ണു വന്നിരിക്കുന്നത്. നിങ്ങൾ പല രീതിയും ചിന്തിക്കാം അല്ലേ? ചിന്തിക്കണം, പല രീതിയിൽ ചിന്തിക്കാമല്ലോ. പക്ഷെ നമ്മൾ വൈകിട്ട് ബന്ധങ്ങളൊന്നുമില്ലെന്ന് നമുക്ക് അറിയാം. ഞാൻ ഒരു ഗേ അല്ല അല്ലേ? നീ ഗേ ആണോ? അല്ല. വെറുതെ നിനക്കും നിന്റെ ഫോൺ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പെമ്പിളർ നമ്പറായിരിക്കും അല്ലേ? സൗഹൃദങ്ങളുണ്ട് ഇല്ലേ? ഉണ്ടല്ലേ? വൈകിട്ട് ബന്ധങ്ങളില്ലല്ലോ. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും അലിൻ ജോസ് പെരേര പെണ്ണ് കെട്ടിയ നീ പേടിക്കോ? എനിക്ക് സന്തോഷമുണ്ട്. കണ്ടാ, ഇവര് സന്തോഷമുള്ളൂ. കാരണം ഇവന് 33 വയസ്സ്, ഇത്രയും വയസ്സായി, എന്നിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ? എന്തുകൊണ്ടാലും കല്യാണം കഴിയാത്ത ഇത്രയും നാളായിട്ട്? എനിക്ക് അതിനോടുള്ള ആർത്തിയില്ല. എനിക്ക് ആർത്തി ഉണ്ടെന്നാണ് നീ പറയണ. കല്യാണം കഴിക്കുന്നത് ആർത്തിയാണോടാ? ഒരു ഇന്റിമസി ലൈഫ് മാത്രമാണോ കല്യാണം? ഒരു കുഞ്ഞുണ്ടാകുക അത് വേറെ പ്രോസസ്സാണ്. പക്ഷെ എന്തായാലും ഒരു മറ്റേ എന്താ പറയാ, സൗഹൃദമായിട്ടൊരു ഭാര്യ ഭർത്തൃ ബന്ധമുണ്ടല്ലോ. എന്താ പറയാ, ലവ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ലവ് ആയിരിക്കാം. ഒരുമിച്ച് എന്താ പറയാ